റെഡ് മാജിക് ആസ്ട്ര ഗെയിമിംഗ് ടാബ്ലറ്റ് എന്നുള്ള പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് മാജിക് ആസ്ട്ര ഗെയിമിംഗ് ടാബ്ലറ്റ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 9.06 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ടാബുകളുടെ കാര്യത്തിൽ അത്യാവശ്യം ചെറിയ ഡിസ്പ്ലേ സൈസാണ്. ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ ഡിസ്പ്ലേ സൈസ് എന്ന് പറയാം, പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ കമ്പാരിറ്റീവ്ലി ഡിസ്പ്ലേ സൈസ് കുറവാണ്. പിന്നെ 2.4K റെസൊല്യൂഷനിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2400x1504 ആണ്. പിന്നെ ഇതിൽ OLED പാനൽ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടാബിൻ്റെ വില 40,100 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അപ്പം OLED പാനൽ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ വളരെ കൂടിയ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2000 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഗെയിമിംഗ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ ടാബിൻ്റെ ബെസൽസിൻ്റെ സൈസ് വരുന്നത് 4.9 mm മാത്രമാണ്. അപ്പം അത്യാവശ്യം ചെറിയ ബെസൽസ് ആണ്. പിന്നെ ഏകദേശം 90.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1600 nits ആണ് വരുന്നത്. പിന്നെ വളരെ കൂടിയ 5280 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ടാബ്ലറ്റ് ആണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൂടി ഈ ഒരു ടാബിൽ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു സിൽവർ കളർ വേരിയൻറ്റുമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള പ്രോസസ്സർ ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. മികച്ച പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഇതിൽ റെഡ് കോർ R3 Pro കോ പ്രോസസ്സറും കൂടി കൊടുത്തിട്ടുണ്ട്, പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ മികച്ച ഒരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 24 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Tയുടെ റാമും UFS 4.1 Pro സ്റ്റോറേജ് ടൈപ്പുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ടാബ് പെട്ടെന്ന് ഹീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ആക്റ്റീവ് കൂളിംഗ് ഫാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം ടാബ് ഗെയിമിങ്ങിലും അത്ര പെട്ടെന്ന് ഹീറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പം അതും നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. DTS-X അൾട്രയുടെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 13 MP ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്, പക്ഷേ ടാബ് എന്ന് പറയുന്നത് വലിയ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ടാബുകളുടെ കാര്യത്തിൽ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 8200 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ടാബുകളുടെ കാര്യത്തിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നത്, അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. USB 3.2 Gen 2ൻ്റെ സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ബാറ്ററി കപ്പാസിറ്റി ആവറേജ് മാത്രമാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ടാബ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് $469 എന്ന പ്രൈസിങ്ങിലാണ്, അതായത് 40,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയാവുന്നതാണ്. വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. OLED പാനൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സറും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ക്യാമറ സെറ്റപ്പും തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്, പ്രത്യേകിച്ച് ഡിസ്പ്ലേയുടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെയും ഗെയിമിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിലും. പിന്നെ
ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ റെഡ് മാജിക് സീരീസിൽ വരുന്ന അവരുടെ ഗെയിമിംഗ് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. ടാബുകൾ അധികം ലോഞ്ച് ചെയ്തിട്ടില്ല. ഇനി ചിലപ്പം ലോഞ്ചും ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റെഡ് മാജിക്കിൻ്റെ ആസ്ട്ര ഗെയിമിംഗ് ടാബ്ലറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.